മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ. ആരാ? മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, അതെ. ഹൈക്കോടതിയിൽ ഒരു ഫോർജറി കേസിന് ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തത് നിങ്ങളല്ലേ? അത് ഞാൻ തന്നെയാ. ഇതൊരു പോലീസ് കേസ് അല്ലെന്നും ഗണപതിയർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് ഞാൻ പറയാം. അകത്തോട്ടിരിക്കാം. കക്ഷികളുടെ താല്പര്യം പോലെ ഇരിക്കും കേസിന്റെ ജയവും തോൽവി. നിങ്ങൾക്കില്ലാത്ത താല്പര്യം ഞങ്ങൾ കാണിക്കണം. സാറിന് മനസ്സിലായില്ല. ആ, ഞാൻ ഗണപതിയരുടെ ജൂനിയറാണ്. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഞാനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ഇങ്ങോട്ടിരിക്കാം. ഇരിക്കുന്നില്ല. എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ ചില ജഡ്ജ്മെന്റ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസം കൂടെ കാണും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കക്ഷികളെ തേടിപ്പിടിച്ച് വക്കാലത്തെടുക്കേണ്ട ഗതികേട് ഗണപതിയർക്കില്ല. എനിക്ക് തീരെയില്ല. കുറച്ച് സാമ്പത്തിക എങ്കിൽ പ്രശ്നങ്ങൾ അപ്പീൽ കൊടുക്കാൻ പോരായിരുന്നു. അയ്യരുടെ ഫീസ്, കോടതി ചെലവ്, അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളയാനുണ്ടായത്. 2 ദിവസത്തിനകം എല്ലാം ശരിയാക്കാം. മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, ഗണപതിയർ ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ എതിർകക്ഷി ശിവരാമൻ ആകെ വരണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും പല രീതിയിലും പ്രഷറുണ്ടായി വക്കാലത്തെടുക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഗണപതിയർക്ക് വാശിയായി. പക്ഷേ ഒരാഴ്ചക്കകം നിങ്ങൾ കാശുമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കേസ് കെട്ടെടുത്ത് ചവറ്റുകൊട്ടയിലെത്തി. ഇനി വല്ലതുണ്ടോ അച്ഛാ ഇവിടെ വിറ്റ് പെറുക്കാൻ? വീട് ജപ്തി ചെയ്യാൻ കടക്കാർ എപ്പോഴും വരുന്നെന്ന് അറിയില്ല. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ? ഞങ്ങളെ തെരുവിലിറക്കാതെ അച്ഛന് സമാധാനാവില്ല അല്ലേ? മകളായിരിക്കും അല്ലേ? സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. തന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. സ്ത്രീയാണോ പുരുഷനാണോ? പുരുഷനാ. സ്വല്പം പ്രായമുള്ള ആളാ. ആ, എന്താ തിരക്കിലാണോ? ഏയ് സാരമില്ല. എന്താ വിശേഷം? അകത്തേക്ക് ഇരിക്കാം. വേണ്ട. ഞാൻ ബാലിനോട് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ പരിചയപ്പെട്ടപ്പോൾ തന്നെ സ്വന്തം കുടുംബത്തിലൊരാളാണ് ബാലൻ തോന്നി. എങ്കിൽ മുഖവരെ ഒന്നും വേണ്ടല്ലോ, കാര്യം പറഞ്ഞോളൂ. കഴിഞ്ഞ 6 വർഷങ്ങളായി മനസ്സമാധാനം ഞാൻ അറിഞ്ഞിട്ടില്ല. വക്കീലാഫീസിലും കോടതി വരാതെ ഇത് അലഞ്ഞലഞ്ഞ് ഞാനൊരു രോഗിയായി. അച്ഛൻ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ബാല. ഹൈക്കോടതിയിലെ ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തിരിക്കുക. അപ്പോ പറഞ്ഞോളൂ. 100% സത്യം എന്റെ ഭാഗത്തുള്ളപ്പോൾ പരാജയത്തിന്റെ പ്രശ്നമേ ഇല്ല. കീഴ്ക്കോടതിയിലൊന്നും കേസ് നേരാമണം നടത്താൻ എനിക്ക് പറ്റിയില്ല. ഗണപതിയെ പറ്റി കേട്ടിട്ടുണ്ടോ ബാലൻ? ഇല്ല. മിടുമിടുക്കൻ. അദ്ദേഹം എനിക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ്. അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടും. പക്ഷേ തൽക്കാലം ഞാനിതൊക്കെ ബാലനോട് പറഞ്ഞത് അന്തി അറിയണ്ട. ഇല്ല, പറഞ്ഞോളൂ. ഒരു 10,000 രൂപ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ബാലിന്റെ കയ്യിലില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി. നമുക്ക് പലിശ എത്ര വേണമെങ്കിലും കൊടുക്കാം. അത് ഞാൻ ബാലിനെ ബുദ്ധിമുട്ടിക്കാണോ? ചേച്ചേ, എന്നോട് ഒരു അടുപ്പം തോന്നിയതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ ഇത്രയും പണം പെട്ടെന്നാരും കൈവായ്പല്ല. പ്രശ്നമില്ല. ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാൽ എവിടെന്നെങ്കിലും പണം കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ ബാലിനെ വിഷമിപ്പിക്കലാവില്ലേ? പിന്നെയും അത് തന്നെ പറഞ്ഞാലോ. എവിടെ പണയം വെക്കാം അത് പറ. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ബാല. എന്നെ ഇങ്ങനെ അന്യനായിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഓക്കെ, ഇതാ. താങ്ക്സ്. ശരി. അനിധി എവിടെ? അവൾ അടുക്കളയിൽ നിന്ന് കഴിച്ചോളാം. ഇങ്ങ് വിളിക്കാവളെ. അത് കൊള്ളാം. ബാലനെന്താ പുറത്തുള്ള ആളാണോ? മോളെ, അച്ഛൻ വിളിക്കുന്നു.
ഈ കൂട്ടാൻ വളരെ നന്നായിരിക്കുന്നു. ഞാൻ വെച്ചതല്ല, മോളുണ്ടാക്കിയതാ. ഇവ ഉണ്ടാക്കിയ വായ നോക്കാൻ കൊള്ളില്ല. പക്ഷെ എന്റെ മോള് പഠിക്കാനും പഠിപ്പിക്കാനും മാത്രമല്ല പാചകകലയിലും മിടുപിടിക്കുക. നിനക്ക് എന്താ മോളെ ഇവിടെ വന്നിരുന്നാല്? ബാലനെന്താ അന്യനാണോ? എന്റെ മോനാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ചെറുപ്പക്കാരനെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. ബാലേട്ടൻ കുറച്ച് ഊറ് കൊണ്ടിക്കൊടു. ഒരുപാട് എന്റെ ഒരു സന്തോഷത്തിനാ. കുറച്ച് നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. മതി മതി. ആരാ ബാലിന്റെ വീട്ടിൽ പാചകമൊക്കെ? ചേച്ചിയെ, പക്ഷെ രുചിയൊക്കെ ഒരു കണക്കാ. എന്നാ പിന്നെ നേരെ ഇങ്ങോട്ട് പോര്. ബാലിന് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ എന്റെ മോൾ ഉണ്ടാക്കി തരും. സമയം വരട്ടെ. അച്ഛൻ നിറച്ച് ഊണ് കഴിക്കും. ഞാൻ എഴുന്നേക്കട്ടെ. മോളെ ബാലിന് ടൗലെടുത്ത് കൊടുക്ക്. അച്ഛന് വലിയ ഇഷ്ടായിരിക്കാണല്ലോ ആളിനെ. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. എനിക്കെന്താ ഒരു കുറവ്? MA കാരനല്ലേ, സൽസ്വഭാവിയല്ലേ, സ്മാർട്ട് അല്ലേ, കണ്ടവന സൗന്ദര്യല്ലേ? 2000 രൂപ ശമ്പളവും അല്ലേ? അതോ, അത് അച്ഛനും അമ്മയ്ക്കും എന്നെ പറ്റി ഒരു മതിപ്പുണ്ടാവാൻ ഞാനൊരു നുണ പറഞ്ഞതാ. അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. എന്ത് ആവോ എനിക്കറിയില്ല. ചിലപ്പോ സുന്ദരനും സൽസ്വഭാവിയുമായ ഒരു MA കാരനെ കൊണ്ട് മകളെ കെട്ടിക്കുന്ന കാര്യമാവാം. പിന്നെ ആരെ? ഒന്ന് നിർത്തിക്കേ. ഹലോ, ഒരു സംശയം ഉണ്ടായിരുന്നു. MG കോളേജ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കണ്ടതായി നല്ല ഓർമ്മ. എന്നെ മനസ്സിലായോ? വീട്ടിൽ വന്നിരുന്നു അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ടീച്ചറാണെന്ന് അച്ഛൻ പറഞ്ഞു. എവിടെയാ സ്കൂള്? ഇവിടെ അടുത്താ. സമയം കാറുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. ഒരു അപരിചിതന്റെ കൂടെ സഞ്ചരിക്കാനുള്ള മടി കൊണ്ടായിരിക്കും. ക്ഷമിക്കണം, എനിക്ക് പേരറിയില്ല. അനിത. ഗുഡ് നെയിം. മിസ് അനിത അന്ന് എന്റെ മുമ്പിൽ വെച്ച് അച്ഛനെ വരട്ടെന്ന് കണ്ടപ്പോൾ ആദ്യം ഞാൻ നമ്പരുന്നു. പക്ഷെ മിസ്റ്റർ കൃഷ്ണൻകുട്ടിനാരുടെ ചരിത്രമൊക്കെ അറിഞ്ഞപ്പോൾ അത് ആവശ്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. ബട്ട് ഐ കൻ സേവ് ഹിം. നിങ്ങളെപ്പോലെ എത്രയോ വക്കീലന്മാർ അച്ഛന്റെ കാശുകൊണ്ട് ഓരോ കര പറ്റിയിട്ടുണ്ട്. അവരും പറഞ്ഞിരുന്നത് അച്ഛനെ സേവ് ചെയ്യുമെന്നാണ്. യു ആർ തറലി മിസ്റ്റേക്കൺ മിസ് അനിത. ഞാൻ വക്കീൽ പണി ചെയ്യുന്നത് വെറും ഒരു ത്രില്ലിന് വേണ്ടിയാണ്. അനിതയുടെ അച്ഛനാണല്ലോ. അദ്ദേഹത്തെ രക്ഷിക്കാൻ എനിക്കിപ്പോ ഒരു പ്രത്യേക താല്പര്യവും തോന്നുന്നു. മനസ്സിലായില്ല. എന്തോ അങ്ങനെ തോന്നുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എന്തോ. സാർ, ധനലക്ഷ്മി വന്നിട്ടുണ്ട്. 5 സീരീസ് 17 ലക്ഷം രൂപ. ധനവർഷം വന്നിട്ടുണ്ടോ? അത് 1 ലക്ഷം ഉള്ളൂ സാർ. 1 ലക്ഷം ഉള്ളൂ? അതെ. ഈ 17 ലക്ഷത്തിന്റെ എത്ര രൂപ? 3 രൂപ സാർ. 3 രൂപ? അതെ. സാധാരണക്കാരൻ എങ്ങനെയാണോ ലോട്ടറി എടുക്കുന്നത്? 17 ലക്ഷം രൂപയില്ലേ സാർ? അച്ഛനെ അത് അടിച്ചാലല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് എന്നാ നറുക്കെടുപ്പ്? ഒക്ടോബർ 11. ഒക്ടോബർ 11 ആകുമ്പോ 1 1 2 ഒന്നെടുത്ത് ഇത് അടിക്കും അച്ഛനെ. അടിക്കും സാർ. അടിക്കും അടിക്കും. താൻ പറയാത്തതിന്റെ കുഴപ്പ. സാർ, ഒന്ന് നിൽക്കൂ സാർ. ഒരത്ഭുതകരമായ വിശേഷ ഫലമുണ്ട് പറയാൻ. കുറെ പേര് നോക്കി പറഞ്ഞ സാർ, കാശിന് വേണ്ടിയല്ല, ഒറ്റ കാശ് എനിക്ക് ആവശ്യമില്ല. ഇതുവരെ ആരുടെ മുഖത്തും കാണാത്ത ഒരു വിശേഷ ലക്ഷണമുണ്ട് സാർ ഈ മുഖത്ത്. സാർ ലക്ഷപ്രഭുവാകാൻ പോകുന്നു. നടക്കുന്ന കാര്യമല്ല പറയാശനെ. ബുധനും ശനിയും സന്ധിക്കുന്ന അപൂർവമായ മേടരാശിയിൽ താങ്കൾ ലക്ഷങ്ങളുടെ അവകാശപത്രം കൈപ്പറ്റിയിരിക്കുന്നു. ശരി, കൈപ്പറ്റി എന്ന് വിചാരിക്കുക. ഇന്നേക്ക് കൃത്യം, അതായത് ഒക്ടോബർ 11 തീയതി പ്രഭാതം പൊട്ടിവിടരുമ്പോൾ താങ്കൾ ലക്ഷങ്ങളുടെ ഉടമയായിരിക്കും. ഒക്ടോബർ 11 തീയതി. ചേടാ, ഞാൻ പോന്നു സാർ. ഞാൻ പറഞ്ഞത് ഫലിക്കുമെങ്കിൽ അന്ന് സാറിനെ അന്വേഷിക്കും. എനിക്ക് കാശ് വേണ്ട. അല്ല, നിങ്ങളുടെ നാവ് പൊന്നായിരിക്കട്ടെ. എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളൂ. വേണ്ട. അല്ല അല്ല, എനിക്ക് ലോട്ടറി അടിച്ചാ ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നതായിരിക്കും. നാരായണ നാരായണ.